ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ ചോദ്യങ്ങളുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ നമ്മളെ പരിചയപ്പെടുത്താൻ ഒരു ഭാഗമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നിങ്ങളുടെ പേര്, എൻ്റെ പേര് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ ഞാനൊരു ഗ്രാമത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ പട്ടണത്തിലാണെങ്കിൽ പട്ടണത്തിലാണ് എന്ന് എഴുതുക. അതുപോലെ നിങ്ങളുടെ അച്ഛൻ്റെ പേരെഴുതുക, അമ്മയുടെ പേരെഴുതുക. അതുപോലെ നിങ്ങൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ പേരെഴുതുക. അങ്ങനെയൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ കുടുംബമായി എത്തുന്നത്? ഏതൊക്കെ സംസ്ഥാനത്തു നിന്നാണ്? ഉത്തരം ആസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. അടുത്ത ചോദ്യം, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചിലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ, അതായത് വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളോട് ആദ്യം നമ്മുടെ പേര് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ചോദ്യത്തിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വ്യക്തിഗത പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹോബികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ ഹോബി, അതായത് ചിത്രം വരെയാണോ, അതായത് കഥകൾ വായിക്കുകയാണോ, സംഗീതമാണോ, സിനിമയാണോ, അപ്പോൾ അത് എഴുതുക. അതുപോലെ തന്നെ എന്താണ് എഴുതേണ്ടത് തുടങ്ങിയവ എഴുതുക. അതുപോലെ തന്നെ അധ്യാപകനാവുക. അപ്പം നിങ്ങൾക്ക് വലുതായാൽ ഭാവിയിൽ എന്താണോ ആവേണ്ടത് അത് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് അടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എങ്ങനെ എഴുതാം? എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. എല്ലാ ജീവജാലങ്ങളോടും ഞാൻ ദയയുള്ളവളാണ്. ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് ഒരു വ്യക്തിഗത പ്രൊഫൈൽ തയ്യാറാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, നിങ്ങളും ഇവർക്കൊപ്പം യാത്രക്ക് ഒരുങ്ങുകയായിരിക്കുമല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കും. അപ്പോൾ അവിടെ ചിന്തകൾ എഴുതാനുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അവിടെ നിങ്ങളുടെ ചിന്തകളാണ് എഴുതേണ്ടത്. അതെ, ഞാൻ വളരെ ആവേശത്തിലാണ്. യാത്ര പോകാൻ ഞാൻ വളരെ ആവേശത്തിലാണ്. മാതാപിതാക്കളിൽ നിന്ന് സമ്മതം വാങ്ങാൻ എനിക്ക് നന്നായി ശ്രമിക്കേണ്ടി വന്നു. യാത്രക്കിടെ കഴിക്കാൻ അമ്മ എനിക്ക് ലഘുഭക്ഷണം തന്നുവിട്ടു. എൻ്റെ സുഹൃത്തുക്കൾക്കും പീലിക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി കൂടി അമ്മ തന്നുവിട്ടു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളൊക്കെ എഴുതാൻ ശ്രമിക്കണം. അടുത്ത ചോദ്യം, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാകും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ചെഴുതുക. അപ്പോൾ സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സങ്കല്പത്തിൽ എങ്ങനെയാണ് വരുന്നത് അത് നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഉത്തരം, ഒരുമിച്ച് സമയം ചിലവഴിക്കാനും പരസ്പരം സഹായിക്കാനും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ഇത്രയ്ക്കും അടുപ്പത്തിലായത്. അവർ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും അവർ പരസ്പരം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ബാഗ് വരയ്ക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയൊരു നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങളൊരു ബാഗ് വരയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് യാത്രയ്ക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കരുതുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കരുതുക? ബാഗ്, വസ്ത്രങ്ങൾ, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ലഘുഭക്ഷണങ്ങൾ തുടങ്ങിയവ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, യാത്രാഗാനങ്ങൾ അറിയാമോ?
അപ്പോൾ നമ്മൾ യാത്രക്കിടെ ഒരുപാട് ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ യാത്രാ ഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാ ഗാനം ഇവിടെ എഴുതി ചേർക്കും. അപ്പം നമുക്കറിയുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യാത്രാ ഗാനം എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ, നമുക്കറിയുന്ന ഒരു പാട്ടാണ് ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ എന്ന് പറയുന്ന ആ പാട്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത് തന്നനം താനനം താളത്തിലാടി, ആ പാട്ട് നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത്, അവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതാ പീലി, എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത്? പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കും. അപ്പം എന്തായിരിക്കും പീലി പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളുടെ ഗ്രാമത്തിലെ കുളങ്ങളുടെയും പുഴയുടെയും നെൽവയലുകളുടെയും കുന്നുകളുമൊക്കെ മനോഹാരിതയിൽ മതിമറന്ന് പോയതിനാലാണ് ഞങ്ങൾ വൈകിയത്. അടുത്ത ചോദ്യം, പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഉത്തരം എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമം വളരെ സുന്ദരമായിരിക്കും. പുഴകളും തോടുകളും വയലുകളും കുന്നുകളുമൊക്കെ ഉണ്ടാകും. വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഉണ്ടാകില്ല. ആളുകൾ വളരെ നല്ലവരായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷയായിട്ട് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. അതായത് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു വ്യക്തിയോട് ചോദിക്കുക, അതുപോലെ തന്നെ നമുക്ക് പീലിയുടെ അച്ഛനോടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ചോദിക്കാം? ഇത്രയും സ്വാദിഷ്ടമായ മീൻ കറി എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? ഏത് തരം വിളകളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? ഏതൊക്കെ മൃഗങ്ങളാണ് വളർത്തുന്നത്? വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത്? നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിൽക്കുന്നത്? പുതിയ തലമുറയ്ക്ക് എന്തുപദേശമാണ് നിങ്ങൾ നൽകുന്നത്? അപ്പം അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഒരു 5 ചോദ്യമൊക്കെ നിങ്ങൾ കൂട്ടുകാർ തയ്യാറാക്കാൻ ശ്രമിക്കണം. അടുത്ത ചോദ്യം, എന്തൊക്കെ കൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും 2 തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? ഉത്തരം, വിക്കിക്കും അപ്പുവിനും ഒരേ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇന്റർനെറ്റും വൈഫൈയും മൊബൈൽ ഗെയിമുകളും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വിക്കിക്ക് ലഭിച്ചിരുന്നതിനാൽ വിക്കി നഗരത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അപ്പുവിന് നഗരത്തേക്കാൾ ഗ്രാമമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഗ്രാമത്തിന്റെ മനോഹാരിതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകി. അടുത്ത ചോദ്യം, നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ഗ്രാമങ്ങളിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ്. തദ്ദേശമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഗ്രാമവാസികൾ ഇവിടെ എത്തുന്നു. ധാന്യങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇത്തരം ചന്തകളിൽ ലഭ്യമാണ്. കർഷകർ പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കാൻ കൊണ്ടുവരുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവെച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കും. അപ്പോൾ ഗ്രാമക്കാഴ്ചകളെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം, പീലിയുടെ ഗ്രാമം വളരെ ശാന്തവും മനോഹരവുമാണ്. ധാരാളം കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിൽ കുട്ടികൾ നീന്താൻ പഠിക്കുന്നു. ധാരാളം നെൽപ്പാടങ്ങളുണ്ട്. കൊയ്ത്തിനു ശേഷം 2ാം വിളയിറക്കുന്നതിനായി ഉഴുതിമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കുന്നു. ഗ്രാമത്തിൽ വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളുണ്ട്. ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങാനും അവ ഉണ്ടാക്കിയവ വിൽക്കാനും ആഴ്ച ചന്തകളുണ്ട്. പീലിയുടെ ഗ്രാമത്തിലെ ഈ കാഴ്ചകൾ എനിക്കും സുഹൃത്തുക്കൾക്കും നല്ലൊരു അനുഭവമായിരുന്നു. ഗ്രാമത്തിന്റെ ഭംഗിയും ശാന്തതയും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. ഇനി അവസാനത്തെ ചോദ്യമാണിത്. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവെക്കും. അപ്പം നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ പറയാം?
ഉത്തരം നഗരത്തേക്കാൾ മനോഹരമാണ് ഗ്രാമം. ശുദ്ധജലവും ശുദ്ധവായുവും വൃത്തിയുള്ള ചുറ്റുപാടും കൊണ്ട് അനുഗ്രഹീതമായ ഗ്രാമങ്ങൾ. ഗ്രാമങ്ങളിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. ഇവിടെ ധാരാളം ഉത്സവങ്ങളുണ്ട്. എല്ലാവരും ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഇല്ലെങ്കിലും ആളുകൾ ഗ്രാമങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ധാരാളം കളിസ്ഥലങ്ങളും മറ്റും ഗ്രാമത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠമായിട്ടുള്ള പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നതിലെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.